ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീട്ടിൽ നമ്മൾ എന്താ നോക്കുകയാണെന്ന് വെച്ചാൽ നമ്മളിന്ന് അമ്മായിൻ്റെ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇന്ന് നമുക്ക് മട്ടൻ ബിരിയാണി നമുക്ക് ഉണ്ടാക്കാൻ പോകണം. അപ്പോൾ നിങ്ങൾക്ക് ആ മട്ടൻ ബിരിയാണി എങ്ങനെ ഉണ്ടാക്കണമെന്ന് ഡീറ്റെയിലായിട്ടൊന്ന് കാണിച്ചു തരാം. മട്ടൻ ബിരിയാണി വെക്കുന്നത് നമ്മൾ ഉഷമായി അമ്മായി എല്ലാവരും കൂടി വെച്ചാൽ അവിടെ വെക്കണം. അപ്പോൾ ദിവസം നിങ്ങൾക്ക് എല്ലാം വീട്ടിലൊന്ന് കാണിച്ചു തരാൻ വിചാരിച്ചു. ലെറ്റ്സ് ഗോ ഗൈസ്. ഇഷ്ടപ്പെട്ട ടീച്ചർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ അടിച്ചു പിടിക്കുക. അപ്പോൾ ലെറ്റ്സ് ഗോ ഗൈസ്. മട്ടൻ ബിരിയാണി എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയിട്ട്. ഇതാണ് നമ്മുടെ അമ്മായിൻ്റെ വീട്. ഓക്കെ, നമ്മൾ ഹൈവേൻ്റെ സൈഡായിട്ട് വരുന്നത്. ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോയി ഇവിടെ ഒരു ഹൈവേ ആണ്. ഹൈവേൻ്റെ ഇവിടെ നിന്ന് റേറ്റ് കട്ടെടുത്ത് പറഞ്ഞു ചെറിയൊരു ചന്തമുണ്ട്. അവിടെ നമ്മുടെ വീട്, ഇവിടെയാണ് നമ്മുടെ അമ്മായിൻ്റെ വീട്. അപ്പം നമുക്ക് ബിരിയാണി വെക്കാനുള്ള ഉള്ളി, തക്കാളി ആൻഡ് ഇഞ്ചി, സംതിങ് വെളുത്തുള്ളി എല്ലാം തൊലിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ അമ്മയും ഒക്കെ അച്ഛനും കൂടി എല്ലാവരും കൂടി തൊലിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് ഉഷമ്മായി എന്ന് പറയുന്ന അമ്മായിയാണ്. അമ്മയാണ് ബിരിയാണി വെക്കാൻ പോകുന്നത്. ദിവസം നിങ്ങൾക്കെല്ലാം കാണിച്ചിട്ടൊക്കെ. സൺഫ്ലവർ ഓയിൽ, വേറെ ഓയിലൊന്നും ഒഴിക്കരുത്, മനസ്സിലായില്ലേ? എന്നിട്ട് ഒരു 1.25 നെയ്യ്. ഇത് സിമ്പിളായിട്ടുള്ളതാണ് വീട്ടിൽ. പട്ട, ഗ്രാമ്പ്, അത് ഇതിന് ശേഷം ബിരിയാണി ഇല്ല. ഞങ്ങൾ പാലക്കാടായതുകൊണ്ട് ഭാഷ മനസ്സിലാവുമോ എന്തോന്ന് അറിയില്ല. അപ്പോൾ ഒന്നര കിലോ, പിന്നെ 3/4 കിലോ ഓണിയൻ. മട്ടന് 3/4 കിലോ. നല്ലപോലെ പിന്നെ ചുവന്ന കളർ വരുന്ന വരെ വഴറ്റുക. 1.5 കിലോ മട്ടന്, 150 വെളുത്തുള്ളി, ഇഞ്ചി 150, 200 ചെറിയുള്ളി. ഇതെല്ലാം പേസ്റ്റായി അരച്ച് വെക്കണം. അത് കഴിയുന്ന സമയത്ത് തക്കാളി ഒരു 150, വലുതാണെങ്കിൽ പിന്നെ ഒരു 4 എണ്ണം, ചെറുതാണെങ്കിൽ ഒരു 8 എണ്ണം തക്കാളി. പിന്നെ ലെമൺ 1.5 മതി, വലുതാണെങ്കിൽ 1.5, ചെറുതാണെങ്കിൽ 2 എണ്ണം. അപ്പോൾ നമ്മുടെ ഇത് വണങ്ങിക്കൊണ്ടിരിക്കുകയാണ്, ആയിട്ടില്ല. സ്റ്റവ് സ്ലോ ആയതുകൊണ്ടാണ് കേട്ടോ. ഞങ്ങൾക്കൊരു ലൈക്ക് തരിക, ബെൽ ബട്ടൺ അമർത്തുക. അപ്പോൾ ഞങ്ങളുടെ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് വരുന്നതാണ്. മട്ടൻ ബിരിയാണി, മട്ടൻ ബിരിയാണി. ഉള്ളി നല്ലപോലെ ചുവന്ന് വണങ്ങി ആ വെള്ളമെല്ലാം പോയി എണ്ണ മുകളിൽ തെളിയും. അപ്പോൾ ആദ്യം ഇടേണ്ടത് വെളുത്ത ഉള്ളി. വെളുത്ത ഉള്ളി ഇടുക. നിങ്ങൾക്ക് അടി പിടിക്കും എന്നുള്ളത് ഉണ്ടെങ്കിൽ കുറച്ച് കല്ലുപ്പ് ഇതിലിടാവുന്നതാണ്. അപ്പോൾ അടി പിടിക്കില്ല. ബിരിയാണിക്ക് ടേസ്റ്റ് വരുന്നത് മസാല കൂട്ടുകളെല്ലാം നല്ലപോലെ പച്ച മണം പോകുന്ന പോലെ വണക്കണം. അതിന് നമ്മുടെ ഭാഷ തന്നെ. ഞാനെന്താണ്, ഞങ്ങൾ പാലക്കാട്ടുകാരാണ്. ഇടയ്ക്കിടയ്ക്ക് തമിഴിന്റെ ചുവയൊക്കെ വരും. അതൊക്കെ നിങ്ങൾ കുറച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. പക്ഷെ മനസ്സിലാവും കേട്ടോ ഞങ്ങൾ ഉണ്ടാക്കുന്നത്. പിന്നെ ഇഞ്ചി, നമ്മൾ ഇളക്കുന്ന സമയത്ത് തട്ടി ഇളക്കരുത്. പിന്നെ പച്ചമുളക് ഇട്ടതിന് ശേഷം
ഒരിക്കലും നമ്മളിങ്ങനെ തട്ടി തട്ടി ഇളക്കില്ല. ചെറിയ പിന്നെ പട്ട ഗ്രാമ്പ് മാത്രമുള്ളത്. പിന്നെ കുറച്ച് തൈര്, ഒരുപാട് പുളിയില്ലാത്ത തൈര്. അത് എന്തിനാന്ന് വെച്ചാൽ ഈ മട്ടൻ പിരിഞ്ഞു പോകാതെ. മുളക് പൊടി അത് നമ്മുടെ എരിവിനനുസരിച്ചുള്ള ഇത്. ഇപ്പം ഞാനിപ്പോൾ 2.5 സ്പൂണാണ് ഇട്ടിരിക്കുന്നത്. 2 കിലോ അരി, 1.5 കിലോ മട്ടൻ. സമത്തിന് സമമാണെങ്കിൽ ബിരിയാണി നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇത് ആദ്യമായിട്ടാണ് ഞങ്ങൾ ബാസുമതി റൈസ് വെക്കാൻ പോകുന്നത്. അല്ലെങ്കിൽ ബിരിയാണി അരി ജീരക സംബ എന്നുള്ള അരിയാണ് നമ്മൾ കൂടുതലും ഉപയോഗിക്കുന്നത്. ഇതൊന്ന് ഡിഫറൻ്റ് ആയിട്ടുള്ളത് കൊണ്ടാണ് നല്ല ഓരോ കാണും. മട്ടനിലെല്ലാം പിടിച്ചു. ഇപ്പോൾ വെള്ളം 1/2 പാത്രത്തിനരിക്ക് 1 പാത്രം വെള്ളം. ബസുമതി റൈസാണ് കേട്ടോ, അതുകൊണ്ടാണ് കൂടുതൽ വെള്ളം ഒഴിച്ചത്. ഇനി ഇതിൽ നമ്മൾ തിളയ്ക്കുമ്പോൾ കഴുകി വെച്ച അരി ഇടുന്നതാണ്. ബസുമതി റൈസ് ആയതുകൊണ്ട് 1 പാത്രത്തിൽ അളന്നു, അതിൽ അരയായിരുന്നു. അപ്പോൾ 1 പാത്രം വെള്ളം. ഇത് 1 പാത്രത്തിന് അരിയാണെങ്കിൽ 1/4 വെള്ളം ഒഴിച്ചാൽ മതി. ബസുമതി അരി ആയതുകൊണ്ട് 2 ഒഴിക്കാം. ഇറക്കാറായി. 1/2 പാത്രത്തിന് 2 പാത്രം വെള്ളം ബസുമതി റൈസിനാണ്. അതേ നിങ്ങൾ ബിരിയാണി അരിയാണെങ്കിൽ 1/4 ഒഴിച്ചാൽ മതി. അങ്ങനെ ഞങ്ങളുടെ ബിരിയാണി, നാടൻ ബിരിയാണി മട്ടൻ ഇനി പാത്രത്തിലാക്കും. ഇങ്ങനെ കിട്ടും. ഞാനൊക്കെ താഴെ ഇങ്ങനെ ചമ്മൽ കൂട്ടിയിട്ട് കഴിക്കുന്നവര് എങ്ങനെ ആരെങ്കിലും കഴിക്കുന്നത് ഹായ് പറ.
ഫ്രൈഡ് റൈസ്. അതാകുമ്പോഴാണ് ഇതിലൊക്കെ പിടിക്കുന്നത്. ஒரு வாரத்துக்கு முன்னாடியே ஆர்டர் பண்ணணும்.